പഹൽഗാം ഭീകരാക്രമണം കഴിഞ്ഞ് 5 നാളുകൾ പിന്നിടുമ്പോഴും ഈ ആക്രമണം നടത്തിയ ഭീകരരുടെ ഒരു തുമ്പ് പോലുമില്ല. പക്ഷേ ഇവ വളരെ വൈകി ഏറ്റവും അവസാനമായി ഈ ഭീകരരെ 4 ഇടങ്ങളിൽ കണ്ടെത്തിയതായും സുരക്ഷാ സേന ഹോട്ട് പർസ്യൂട്ട് അവരുടെ പുറകെ പോകുന്നതായും ഉള്ള വിവരങ്ങൾ വരികയാണ്. അതുമായി ബന്ധപ്പെട്ട ഏറ്റവും ലേറ്റസ്റ്റ് ഇൻഫർമേഷൻ പ്രേക്ഷകരുമായി പങ്കുവെക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. വലിയ ഒരു ആരോപണമാണ് പ്രതിപക്ഷങ്ങളുടെ ഭാഗത്തു നിന്നും. സ്വാഭാവികമായി നാച്ചുറലി നമ്മളെല്ലാം ചോദിക്കുന്ന ചോദ്യമാണ്, ഇത്രയും ശക്തമായ സൈനിക സന്നാഹം ഉണ്ടായിട്ടും ഈ ആക്രമണം നടത്തിയ 7 ഭീകരരെ അവരുടെ രേഖാചിത്രം പുറത്തുവിട്ടു എന്നതിനുപരിയായി അവരുടെ വെയറബൌട്ട്സ് ഒരു രീതിയിലും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാതിരുന്നത് ചെറിയ രീതിയിൽ ഒരു തിരിച്ചടി തന്നെയാണ്. കാരണം അവരെ ജീവനോടെ കൈവശം കിട്ടിയെങ്കിൽ മാത്രമേ ചോദ്യം ചെയ്യലിലൂടെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരുടെ ഇൻവോൾവ്മെൻറ്റ് ലോകത്തിന് മുന്നിൽ ബോധ്യപ്പെടുത്താനാവൂ. ഇനി നോക്കൂ, അവരെ ഈ ബൈസറൺ വാലി, ആ പുൽത്തകിടിയിലാണല്ലോ ആക്രമണം നടന്നത്. അവിടെ നിന്ന് എങ്ങോട്ടാണ് പോയത്? അവിടെ നിന്നും പൈൻ കാടുകളിലേക്ക് ഓടി മറഞ്ഞു എന്നാണല്ലോ നമ്മൾ കേട്ട റിപ്പോർട്ട്. അത് ആ സെൻസിൽ തന്നെ എടുക്കുന്നു. അവിടെ നിന്നും ഇവരേറ്റവും ആദ്യം സ്പോട്ട് ചെയ്യുന്നത് അനന്ത്നാഗ് ടൗണിൻ്റെ അടുത്ത് ഭാഗത്താണ്. ഇത് അനന്ത്നാഗ് ജില്ലയിൽ വെച്ചാണ് ഇത് സംഭവിക്കുന്നത്. ഈ പഹൽഗാം എന്ന് പറയുന്നത് അനന്ത്നാഗ് ജില്ല, കാശ്മീരിൻ്റെ തെക്കൻ പ്രദേശമാണ് അനന്ത്നാഗ്. അവിടെ ഉള്ള പഹൽഗാമിൻ്റെ ബൈസറൺ വാലിയിൽ വെച്ച് നടന്നത് അനന്ത്നാഗ് ഭാഗത്തേക്ക് പോയി. കാരണം അവരവിടെ ഏതോ ആളുകളുമായി ബന്ധപ്പെടുകയും വീടുകളിലേക്ക് കയറി ചെല്ലുകയും ഒക്കെ ചെയ്തു എന്ന സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട്. അനന്ത്നാഗിൽ നിന്നും കുൽഗാമിലേക്ക്, സമീപ പ്രദേശമായ കുൽഗാമിലേക്ക് പോയതായി സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ വരുന്നു. കുൽഗാമിൽ നിന്നും ത്രാൾ പ്രദേശത്തേക്ക്, അത് ഘോര വന മേഖലയും അതുപോലെ ഉയർന്ന സ്ഥലവും ഒക്കെയാണ് ത്രാൾ മേഖല. ത്രാളിൽ നിന്നും ഇപ്പോൾ കോക്കർമാർഗ് മേഖലയിലേക്ക് കടന്നു. ത്രാൾ കോക്കർമാർഗ് ഒരു ബെൽറ്റാണ്. അപ്പോൾ ഇവർ ഇതിനിടയിൽ ഒരു വീട്ടിൽ ആഹാര സമയത്ത്, ഡിന്നർ സമയത്ത് വന്ന് ഭക്ഷണം പിടിച്ചു പറിച്ചു കൊണ്ടുപോയി എന്നുള്ള രീതിയിലാണ് റിപ്പോർട്ടുകൾ. ഭക്ഷണം ചോദിച്ച് കൊണ്ടുപോയി. കാരണം ഒരു കാര്യം ഉറപ്പാണ്, ഭക്ഷണവും വെള്ളവും ഇല്ലാതെ ദീർഘകാലം ഈ കൊടും കാട്ടിൽ കഴിയാൻ ആവില്ല. വലിയ വനമേഖലയാണ്, ഇന്നാക്സസിബിൾ ടെറൈനാണ്. എന്തുകൊണ്ട് സൈന്യത്തിന് ഉടനടി പിടിക്കാൻ പറ്റിയില്ല എന്ന് ചോദിച്ചാൽ, ഒന്ന് അവിടുത്തെ സൈനിക സാന്നിധ്യം, അവിടുത്തെ CRPF ഒരു ബേസ് ക്യാമ്പ് ഉണ്ട്. ആ ബേസ് ക്യാമ്പിൽ നിന്നും ഉള്ള ആളുകൾ ഇത് അറിഞ്ഞതിന് പുറകെ ഇവരുടെ പെർസ്യൂട്ടിലാണ്, പുറകെയുള്ള യാത്രയിലാണ്. 4 പ്രാവശ്യം മുഖാമുഖം വന്നു എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. കൂടുതൽ ആഴത്തിൽ അത് പരിശോധിക്കാൻ നമുക്കാവില്ല. കാരണം സൈനികമായ ഒരുപാട് രഹസ്യങ്ങൾ മാധ്യമ ചർച്ചയ്ക്ക് കൊണ്ടുവരുന്നത് തീർച്ചയായും ആരോഗ്യപരമല്ല. അത് മാത്രമല്ല, അത് ഈ സൈനിക നീക്കത്തിന് തീർച്ചയായും എതിരാണ് താനും. അപ്പോൾ സൈനിക നീക്കവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഒരു രീതിയിലും ഒരു പിന്നെ പൊതു സ്വഭാവം, പൊതുരംഗത്ത് ഡിബേറ്റ് ചെയ്യേണ്ട, വെച്ച് അലക്കേണ്ട കാര്യങ്ങളല്ല എന്നതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. അതുപോലെ ഇതിനുള്ള മടപടി എന്നുള്ള നിലയിൽ ഇപ്പം ഇത് ഹോട്ട് പർസ്യൂട്ട് ഒരു തന്ത്രം. 2, എലിയെ പലപ്പോഴും മാളത്തിൽ നിന്ന് പുറത്ത് ചാടിക്കുന്നത് പുകച്ചാണ്. യഥാർത്ഥത്തിൽ ഇവരുടെ കുടുംബാംഗങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെടുന്നുണ്ടാകാം. പ്രത്യേകിച്ച് ഇന്ത്യക്കുള്ളിൽ നിന്ന് ഇവർക്ക് സഹായം ചെയ്തു കൊടുത്ത ആളുകൾ. 70ഓളം പേരുടെ പേര് നമ്മുടെ സുരക്ഷാ സേനയുടെ കൈവശമുണ്ട്. 70ഓളം പേര് പാകിസ്ഥാനിൽ നിന്നും നുഴഞ്ഞു കയറുകയോ അല്ലെങ്കിൽ ഇന്ത്യക്കുള്ളിൽ തന്നെ വലിയ തോതിൽ ഭീകരപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയോ ചെയ്യുന്ന, ഇതുമായി ബന്ധപ്പെട്ട ലഷ്കർ ഇ തോയ്ബയുമായും അതുപോലെ ജയ്ഷെ മുഹമ്മദുമായും ഒക്കെ ബന്ധപ്പെട്ട 70 പേര്, ഒരുപാട് പേരുണ്ട്. പക്ഷേ 70 പേരുടെ പേരുകൾ വലിയ തീവ്ര ലിസ്റ്റിൽ ഉൾപ്പെടുത്തുകയും അതിൽ തന്നെ ഈ ആക്രമണവുമായി, പഹൽഗാം ആക്രമണവുമായി നേരിട്ട് ബന്ധമുള്ള 14 പേരുടെ പേര് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുകയും ആ 14 പേരിലേക്ക് ആക്രമണം വ്യാപിക്കുക, അവരുടെ വീടുകൾക്ക് നേരെ. അത് മുൻകാലങ്ങളിൽ അധികം കേട്ടിട്ടില്ലാത്ത ഒരു മിലിറ്ററി ടാറ്റിക്സാണ്. അവരുടെ ഭവനങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുക. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു, അവരുടെ 2 പേരുടെ ഈ ഭീകരാക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്ത ഇന്ത്യക്കാരായ 2 പേർ. അത് ഒന്ന് അനന്ത്നാഗ് സ്വദേശി തന്നെയാണ്, മറ്റൊരാൾ കുറച്ച് അകലെയുള്ള ഒരു ആളാണ്. അപ്പം ഈ 2 പേരുടെയും വീടുകൾ കംപ്ലീറ്റായി നമ്മുടെ സുരക്ഷാ സേന തകർക്കുന്ന ഒരു കാഴ്ച കണ്ടു. അതുമാത്രമല്ല, അവിടെ
കാര്യമായ സ്ഫോടക വസ്തു ശേഖരം ഉള്ളതായും റിപ്പോർട്ടുകളുണ്ട്. അതുകൊണ്ട് ആ ഒരു തന്ത്രം എന്ന് പറയുന്നത് വലിയ തോതിൽ ഉപയോഗിക്കാവുന്ന ഒരു തന്ത്രമായി മാറിയിരിക്കുന്നു. അതുപോലെ തന്നെ അതിർത്തി മേഖല ആകമാനം നുഴഞ്ഞുകയറ്റങ്ങളും ക്ലാഷസും എല്ലാം തന്നെയുണ്ട്. കാരണം വലിയ യുദ്ധം എന്ന നിലയിലല്ല, ഏതാനും അതായത് സൈനികരും നുഴഞ്ഞുകയറ്റക്കാരും എല്ലാം ഈ ഒരു അവസരം മുതലെടുത്തുകൊണ്ട് കടന്നു വരുന്ന വീക്ക് പോയിന്റുകളുണ്ട്. നോക്കൂ, നിയന്ത്രണ രേഖ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കാശ്മീറുമായുള്ള പ്രദേശത്തെയാണല്ലോ ഈ നിയന്ത്രണ രേഖ എന്ന് പറയുന്നത്, ലൈൻ ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത്. അത് ഏതാണ്ട് 750 കിലോമീറ്ററോളം വരുന്ന ഭാഗമാണ്. ഇതിന് 3000 ചില്ലുവാനും കിലോമീറ്ററാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ആകമാന അതിർത്തി എന്നോർക്കണം. അതിലേതാണ്ട് 1/3 പരം കാശ്മീർ ഭാഗത്താണ്. അവിടെയാണല്ലോ പ്രധാനമായും തർക്കമുള്ളത്. നമ്മൾ ഷിംല കരാർ അനുസരിച്ച് അത് അംഗീകരിച്ചതാണ്. ഇപ്പോഴത്തെ ഒരു വെടിനിർത്തൽ രേഖ അല്ലെങ്കിൽ നിയന്ത്രണ രേഖ അത് അംഗീകരിച്ച് പരസ്പരം കടക്കില്ല എന്ന ഒരു യുദ്ധമില്ല കരാർ, വെടിനിർത്തൽ കരാർ കൂടിയാണല്ലോ ഷിംല എഗ്രിമെൻറ്റ്. അപ്പോൾ അത് ലംഘിച്ചുകൊണ്ടാണ് പല ആവർത്തി പാകിസ്ഥാൻ ഏകപക്ഷീയമായി ലംഘിച്ച് അകത്തു വന്നു. അപ്പോൾ ഈ ഭാഗത്തെ സുരക്ഷ കർശനമായി വിന്യസിക്കുന്ന കാഴ്ചയും, അതുമാത്രമല്ല അതിർത്തിയിൽ ഉൾപ്പെടെ റഫാലിൻ്റെയും സുഖോയുടെയും എയർക്രാഫ്റ്റുകളുടെ ഒരു സോർട്ടീസ് നമ്മുടെ അതിർത്തിക്കുള്ളിൽ നിന്നുകൊണ്ട് വ്യോമ പറക്കലുകൾ, അത് വലിയൊരു സൂചനയാണ് നൽകുന്നത്. വേണ്ടി വന്നാൽ ഇന്ത്യയുടെ മണ്ണിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ പാകിസ്ഥാൻ്റെ മണ്ണിലേക്ക് ആക്രമണം നടത്താവുന്ന, മിസൈലുകൾ അയക്കാവുന്ന രീതിയിലുള്ള സംവിധാനമാണ്. അതുകൊണ്ട് വളരെ കെയർഫുൾ മിലിറ്ററി ഏറിയൽ മെനുവേഴ്സാണ് ആ ഭാഗത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ കോമ്പിംഗ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് വളരെ ഊർജ്ജസ്വലമായി നടക്കുന്നു. ഒരു പക്ഷേ ഈ റിപ്പോർട്ട് നിങ്ങളിലേക്ക് എത്തുന്ന സമയത്ത് 1-2 പേരെങ്കിലും അല്ലെങ്കിൽ ഏറ്റുമുട്ടൽ വധിക്കപ്പെട്ടു എന്നോ അല്ലെങ്കിൽ പിടിക്കപ്പെട്ടു എന്നോ വാർത്ത വന്നാൽ അത്ഭുതപ്പെടാനില്ല. ഇത് ഒരു വശം. ഇനി മറുവശം, അതാണ് ഈ കോൺസ്പിറസി തിയറി എന്ന് പറയുന്നത്. ഇതെല്ലാം ഇന്ത്യയുടെ ഒത്താശയോടുകൂടി നടക്കുന്നതാണ്, ഇതെല്ലാം ഒരു കവറപ്പാണ് എന്ന് വിശ്വസിക്കുന്നത്. കാരണം എന്ത് സംഭവം നടന്നാലും അതിനൊരു മറുവശമുണ്ടെന്ന് വിശ്വസിക്കുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ട്. അവരെയും കുറ്റപ്പെടുത്താനാവില്ല, കാരണം അതൊരു അക്കാഡമിക് ഇൻട്രസ്റ്റ് മാത്രമാണ്. അങ്ങനെയെങ്കിൽ ഇവരൊരു കാലത്തും പിടിക്കപ്പെടില്ല, അല്ലെങ്കിൽ അവർ അങ്ങ് അപ്രത്യക്ഷമാകുകയാണ്, അല്ലെങ്കിൽ അവർ വധിക്കപ്പെടും. പലപ്പോഴും ഈ ഭീകരന്മാർ ജീവനോടെ പിടിക്കപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ്. ഒന്നുകിൽ അവർ സ്വയം വെടിവെച്ച് മരിക്കും, അല്ല എങ്കിൽ സുരക്ഷാ സേനയുമായുള്ള ഏറ്റുമുട്ടൽ മരിക്കും. ഈ ലങ്കൻ തീവ്രവാദികളൊക്കെ ചെയ്തിരുന്നത് സയനൈഡ് ഗുളിക കയ്യിൽ കരുതും, അവർ വായിൽ വെച്ച് അത് ചവച്ച് പൊട്ടിച്ച് ആത്മഹത്യ ചെയ്യുന്ന പതിവാണ്. അതുകൊണ്ട് അവരെ ജീവനോട് പിടികൂടി ചോദ്യം ചെയ്യുക എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് അസംഭവ്യമായ ഒരു കാര്യമാണ്. അങ്ങനെ സംഭവിക്കുന്നു എങ്കിൽ കൃത്യമായ പാക് കണക്ഷൻ നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിയും. ഈവൻ അതർവൈസ് ഇൻഡയറക്റ്റ് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പാകിസ്ഥാൻ്റെ നേരിട്ടുള്ള ഇൻവോൾവ്മെൻറ്റ്, ഇൻഡയറക്റ്റ് അല്ല നേരിട്ടുള്ള ഇൻവോൾവ്മെൻറ്റ് തെളിയിക്കാനുള്ള അവശ്യ രേഖകൾ ഭാരതത്തിൻ്റെ കൈവശം ഉണ്ട് എന്നുകൂടി ഓർക്കണം. അതുകൊണ്ട് ഈ രക്ഷപ്പെട്ടു പോയ 7 തീവ്രവാദികളെക്കുറിച്ചുള്ള ഒരു ചിത്രം, അല്ലെങ്കിൽ അവരെവിടെ എന്നോ അവരെങ്ങോട്ട് എന്നോ അവർ എത്ര രീതിയിൽ അവർ പ്രോക്സിമിറ്റി, സുരക്ഷാ സേനയുമായി പ്രോക്സിമിറ്റിയിൽ വന്നോ എന്ന് മാത്രമേ ഇപ്പം നമുക്കറിയാനൊക്കൂ. ഇതുവരെ ഈ നിമിഷം വരെ, ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന നിമിഷം വരെ അവരിൽ ഒരാൾ പോലും സുരക്ഷാ സേനയുടെ പിടിയിലായതായി നമുക്കറിയുകയുമില്ല. പക്ഷേ വി എക്സ്പെക്ട് ദി ബെസ്റ്റ് ഔട്ട്കം.